നമസ്കാരം. താനസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിന് വേണ്ടി സയൻസിൻ്റെ ആവർത്തന ചോദ്യങ്ങളാണ്. 2023 പ്രിലിംസിൻ്റെ ചോദ്യങ്ങളിൽ സയൻസ് ഭാഗം മാത്രമുള്ള വീഡിയോ ആണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആൻസർ സ്റ്റേപ്പീസ് ആണ്. നമ്മുടെ ചെവിയിലാണ് 3 തരം അസ്ഥികൾ കാണപ്പെടുന്നത്. ചെവിയുടെ മധ്യകർണത്തിൻ്റെ ഭാഗത്തായിട്ടാണ്. ചെവിക്ക് 3 ഭാഗമുണ്ട്. അതായത് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ 3 ഭാഗമുണ്ട്. അതിൽ മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ 3 അസ്ഥികൾ. അത് മാലിയസ് എന്നും ഇൻഗസ് എന്നും സ്റ്റേപ്പീസ് എന്നും അറിയപ്പെടുന്നു. മാലിയസ് എന്നും ഇൻഗസ് എന്നും സ്റ്റേപ്പീസ് എന്നുമുള്ള 3 അസ്ഥികളാണ് ചെവിയുടെ മധ്യഭാഗത്ത്, മധ്യകർണത്ത് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ കർണപടത്ത് തൊട്ടടുത്തിരിക്കുന്ന അസ്ഥിയാണ് അത് മാലിയസ് എന്ന് പറഞ്ഞ അസ്ഥി. അതിൻ്റെ ആകൃതി ചുറ്റികയുടെ ആകൃതിയാണ്. അപ്പോൾ ചുറ്റികയുടെ ആകൃതിയുള്ള അസ്ഥി ഏതാണ്? മാലിയസ് ആണ്. അപ്പോൾ ഇൻഗസിനോ കൂടക്കല്ലിൻ്റെ ആകൃതിയാണ് ഇൻഗസിനുള്ളത്. കൂടക്കല്ലിൻ്റെ ആകൃതിയാണ് ഇൻഗസിനുള്ളത്. മധ്യകർണത്തിൽ അല്ലെങ്കിൽ കർണപടത്തോട് അടുത്തിരിക്കുന്ന അസ്ഥിയാണ് ഇത് മാലിയസ് എന്ന് പറയുക. അതിനടുത്ത് കാണുന്നതാണെന്ത്? ഇൻഗസ് എന്ന് പറയും. അത് മധ്യത്തെ കാണപ്പെടുന്നുണ്ട്. കൂടക്കല്ലിൻ്റെ ആകൃതിയാണ് ഇൻഗസിനുള്ളത്. അടുത്തത്, കുതിര സവാരിക്കാരൻ്റെ പാദധാര അതുപോലെ ഇരിക്കുന്ന അസ്ഥിയാണെന്ത്? സ്റ്റേപ്പീസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാര പോലെ ഇരിക്കുന്ന അസ്ഥിയാണെന്ത്? സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞ അസ്ഥി. ഇതാണ് അസ്ഥി ശൃംഖലയിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ സ്റ്റേപ്പീസ് ആണ്. അസ്ഥി ശൃംഖലയിലെ ഏറ്റവും ചെറിയ അസ്ഥിയും ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. അത് ചെവിയിലെ മധ്യകർണത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഏത് പോഷകഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഉത്തരം ജീവകം സി. ജീവകം സിയുടെ അഭാവമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകാൻ കാരണം. അങ്ങനെ വരുമ്പോൾ ജീവകം എയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തതയാണ് ജീവകം എയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്ന് പറയുക. അപ്പോൾ ബി എന്ന് പറയുമ്പോഴോ ബി കോംപ്ലക്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. B1 മുതൽ B12 വരെയുള്ള വിറ്റമിൻസ് ഉണ്ട് ബി എന്ന് പറയുമ്പോൾ. അതിൽ B1 മുഖേന B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ബെറിബെറിയാണ്. B1ൻ്റെ കുറവ് മൂലം അസുഖം ഏതാണ്? ബെറിബെറിയാണ്. ഇനിയും ജീവകം ഡിയുടെ കുറവുള്ള അസുഖം ഏതാണ്? കണാരോഗമാണ്. കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന രോഗമാണ് ജീവകം ഡിയുടെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന അസുഖം. അപ്പോൾ അത് ഓക്കെ ആയല്ലോ. ജീവകം എയുടെ കുറവുകൊണ്ട് നിശാന്തത ഉണ്ടാകുന്നു. സുറോഫ്താൽമിയം ഉണ്ടാകാം. മെയിൻലി നിശാന്തതയാണ് നമുക്ക് വരിക. ജീവകം B1ൻ്റെ കുറവ് മൂലം, തയാമിൻ്റെ കുറവ് മൂലം ബെറിബെറി ഉണ്ടാകുന്നു. ജീവകം ഡിയുടെ കുറവ് മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് രോഗം ഉണ്ടാകുന്നു. ജീവകം സിയുടെ കുറവ് മൂലം സ്കർവി എന്ന അസുഖം ഉണ്ടാകുന്നുണ്ട്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ബാക്ടീരിയ. ആൻസർ ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി എന്ന് പറയാം. ആ രോഗകാരിയുടെ പേരെന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ലെപ്റ്റോസ്പൈറ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ലെപ്റ്റോസ്പൈറ എന്ന് മാത്രം പഠിച്ചാലും മതി. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ എന്നാണ് എലിപ്പനിയുടെ ആ ബാക്ടീരിയയുടെ പേരെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ എലിപ്പനിക്ക് കാരണം രോഗകാരി ഏതാണ്? ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ എന്നാണ് എൻ്റെ പേര്. നെക്സ്റ്റ് ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. അതിൻ്റെ അംബാസഡർ ആരാണ്? മോഹൻലാലാണ് അല്ലേ. അംബാസഡർ മോഹൻലാലുമാണ്. നെക്സ്റ്റ് ചോദ്യം, വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത്? വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏതാണ്? ജലദോഷം. വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. ജലദോഷത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, സയൻറ്റിഫിക് നെയിം അല്ലേ, നേസോഫാരഞ്ചൈറ്റിസ് എന്ന് പറയും. നേസോഫാരഞ്ചൈറ്റിസ് എന്നാണ് ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയും. ശാസ്ത്രീയ നാമം മൂക്ക്, നേസോഫാരഞ്ചൈറ്റിസ് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെ ഡെങ്കിപ്പനി, എലിപ്പനിയും പരത്തുന്ന ആരാണ്? കൊതുകളല്ലേ. അതിൻ്റെ രോഗകാരി കൊതുകുകളാണ്. കോളറയുടെ ബാക്ടീരിയയുടെ പേരെന്താണ്? വിബ്രിയോ കൊളറേ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര് കേട്ടോ. വിബ്രിയോ കൊളറേ എന്നാണ് ബാക്ടീരിയയുടെ പേര്. അങ്ങനെയാണെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതെന്ന് പറഞ്ഞ് നമുക്കിവിടെ ജലദോഷമാകുന്നു അല്ലേ. റെനോ വൈറസ് ആണ് അത് പരത്തുക. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരഞ്ചൈറ്റിസ് ആണ്. ജലദോഷത്തിൻ്റെ നാസോഫാരഞ്ചൈറ്റിസ് എന്ന് പറയുക. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗവും അത് തന്നെയാണ്, ജലദോഷമാണ്.
അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മറ്റേതൊക്കെയാണ് പറയാൻ കിട്ടുള്ളൂ? ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാമ്പനി, മീസിൽസ് ആണ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ സാർസ്, ഓക്കെ, പിന്നെന്താ മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമയൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ കോളറ പക്ഷേ എങ്ങനെ പകരുന്നതാണ്? കോളറ ജലത്തിലൂടെ പകരുന്നതാണ് എന്ത്? കോളറ അല്ലേ. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ നോക്കുമ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി നിങ്ങൾ കേട്ടില്ല? ഡെങ്കിപ്പനി അതാര് പരത്തുന്നു? ഇതിൻ്റെ ഒരു കൊതുക് ഏതാണ്? ഡെങ്കിപ്പനിയുടെ കൊതുക് ഏതാണ്? ഈഡീസ് കൊതുകുകളാണ്. ഈഡീസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുക. ഈഡീസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുക. കിട്ടിയല്ലോ അത്രയൊക്കെ. നെക്സ്റ്റ് ചോദ്യം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? പുസ്തകത്തിൻ്റെ പേരാണ് സൈലന്റ് സ്പ്രിംഗ്. അതാരുടെയാണ്? റേച്ചൽ കഴ്സൻ്റെയാണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? പ്രിയങ്കയാണ്. നെക്സ്റ്റ് ചോദ്യം. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് ഏത്? എപ്പികൾച്ചർ എന്ന് പറയാം. അപ്പോൾ ക്യൂണിക്കൾച്ചർ ആരാണ്? മുയലിനെ വളർത്തുന്നതാണെന്ത്? ക്യൂണിക്കൾച്ചർ അല്ലേ. ഫിഷിൻ്റെയാണ്, മീനിൻ്റെയാണ്. നെക്സ്റ്റ് ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണിത്? സിംഹവാലൻ കുരങ്ങ് അല്ലേ. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ദേശീയോദ്യാനം. അവിടെ സിംഹവാലൻ കുരങ്ങുകളെയാണ് അവിടെ സംരക്ഷിക്കുക അല്ലേ. വെടിപ്ലാവുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ അല്ലേ. സൈലന്റ് വാലി വെടിപ്ലാവുടെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ സൈലന്റ് വാലി. എന്താ പറയുക, ശബ്ദം ഉണ്ടാക്കുന്ന ജീവിയുടെ പോലും അവിടെ ഉണ്ടാവില്ല. നെക്സ്റ്റ് ചോദ്യം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പീച്ചിയിലാണ്. നെക്സ്റ്റ് ചോദ്യം. അറ്റോമിക് സിദ്ധാന്തവും ബന്ധപ്പെട്ടിരിക്കുന്ന ആശയങ്ങളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. ഞാൻ പറയാം, ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരിയായ ജോഡി 2, 3 പ്രസ്താവനകൾ അവിടെ ശരിയാണ്. അതായത് അറ്റോമിക് സിദ്ധാന്തമല്ലേ, 2, 3 പ്രസ്താവന ശരിയാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം എങ്ങനെയാണ്? ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അറ്റോമിക് സിദ്ധാന്തം നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പോയിന്റ്സ് ഉള്ളതാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ലോക സ്വഭാവം കുറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും ചോദിക്കുന്നുണ്ട്. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ലോക സ്വഭാവം കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് പീരിയഡിനകത്ത് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേക്കിനും ലോക സ്വഭാവം കുറഞ്ഞു വരാൻ കാരണമാകുന്നു. നെക്സ്റ്റ് ചോദ്യം നോക്കാം എന്താണെന്ന്. ചൂടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായി തിരഞ്ഞെടുക്കുക. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആൻസർ ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഹൈഡ്രജൻ ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെ ഓക്സിജൻ ചോദിച്ചിട്ടുണ്ട്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു അല്ലേ, നിറമില്ല എന്നുള്ളതാണ് ഓക്സിജൻ്റെ പ്രത്യേകത. ഓക്കെ, കത്താൻ സഹായിക്കുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജലത്തിൽ ലയിക്കുന്നു, നിറം ഇല്ല ഓക്സിജന്. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, അലൂമിനിയത്തിൻ്റെ അയിര് എന്താണ്? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. കുപ്രൈറ്റോ കോപ്പറിൻ്റെതാണ് അല്ലേ. ഹെമറ്റൈറ്റ് ഒക്കെ എന്താണ്? ഇരുമ്പിൻ്റെ ആണ് അയിര്. കലാമിനാരുടെയാണ്? സിങ്കിൻ്റെയാണ് അല്ലേ. വേഗം പറഞ്ഞെല്ലാം പഠിച്ചു കഴിഞ്ഞ് കാണുമല്ലോ. സിങ്കാണ് കലാമിൻ്റെ എപ്പോഴും ചോദിക്കുന്ന. അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ്, കലാമിൻ്റെത് സിങ്ക്. നെക്സ്റ്റ് ചോദ്യം. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമാണ് മഞ്ഞ നിറം. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? മഞ്ഞ. അപ്പോൾ കാഡ്മിയം സൾഫൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഓർത്താൽ മതി? മഞ്ഞ നിറം ഉണ്ടാവുമെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചോദ്യം. മാസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ ഏതൊക്കെയാണ്? മാസ്, ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രസ്താവന നമുക്ക് നോക്കണം. ആൻസർ പ്രസ്താവന 1, 2, 3 ശരിയാണ്. അതായത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവിനെ മാസ് എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ് അല്ലേ. സിമ്പിളായ പോയിൻറ്റ്സ് നമുക്ക് അറിയാവുന്ന, പക്ഷേ ശരിയാക്കണം. പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവാണെന്ത്? മാസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം എന്നാണ് പറയുക. നെക്സ്റ്റ് ചോദ്യം.
വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? പുറകിൽ നിന്ന് വരുമ്പോൾ. ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ദർപ്പണമാണ്. ഓക്കെ, കോൺവെക്സ് ദർപ്പണമാണ്. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം, നമ്മൾ വാഹന സൈഡ് അല്ലേ, കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ്, ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തിനെ പറയുന്ന പേരാണെന്ത്? സ്ഥാനാന്തരണം എന്ന് പറയുന്നു. സ്ഥാനാന്തരണം എന്ന് പറയുന്നു. ഓക്കെ, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ. ഊർജ്ജം ജൂളാണ് കേട്ടോ, ഊർജ്ജം ജൂൾ. നെക്സ്റ്റ് ചോദ്യം, വികിരണം വഴിയുള്ള താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക. വികിരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറ്റും? അവിടെ 3 പ്രസ്താവന ശരിയാണ്. വികിരണം എന്ന് പറയുമ്പോൾ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രശ്നം ചെയ്യപ്പെടുന്നതാണ് എന്ത്? വികിരണം. അതെപ്പോഴും ചോദിക്കുന്നതാണ്, ഒന്ന് മനസ്സിൽ പഠിച്ചോളൂ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. അടുത്ത ചോദ്യം 166/23 ചോദ്യപേപ്പറാണ്. അപ്പോൾ നോക്കാം. മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഉത്തരം നമുക്കറിയാം. ഉത്തരം എന്തിലേക്ക് നമുക്ക് പോകുന്നുണ്ട്? ഹൃദയമാണ് അല്ലേ? ഹൃദയം, കാർഡിയോളജി, പെരികാർഡിയം. അപ്പോൾ ഹൃദയത്തെ പൊലിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണെന്ത്? പെരികാർഡിയം എന്ന് പറയാം ഇല്ലേ? അതിനിടയ്ക്ക് ആരുണ്ട്? ഒരു പെരികാർഡിയം എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡ്, ദ്രാവകമുണ്ട് അല്ലേ? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഇല്ലേ? അവിടെ ഒരു ഫ്ലൂയിഡൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത് നമുക്ക് എന്തിനു കൊടുക്കുന്നു? ഇല്ല, കർഷണങ്ങളിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കില്ല. പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുക്കുന്നതാണ് അടുക്കുള്ള ഫ്ലൂയിഡ്, ദ്രാവകം എന്ന് പറയുക. അപ്പോൾ ഇരട്ട സ്ഥലമാണെന്ത്? പെരികാർഡിയം എന്ന് പറയും. അപ്പോൾ ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? ശ്വാസകോശത്തിനെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? പ്ലൂറാസ്ഥലം എന്ന് പറയും. പ്ലൂറാസ്ഥലം എന്നാണ് പറയുക. പ്ലൂറാസ്ഥലം എന്നാണ് പറയുക. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണെന്ത്? പ്ലൂറാസ്ഥലം എന്ന് പറയുന്നില്ലേ? അപ്പോൾ മസ്തിഷ്കം, നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് ഇരട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ? മസ്തിഷ്കമുണ്ട്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നില്ലേ? മെനിഞ്ചസ് ഉണ്ട്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇടയ്ക്ക് അടങ്ങിയിട്ടുണ്ട് അല്ലേ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് അവിടെ അടങ്ങിയിട്ടുള്ളത് അല്ലേ? അപ്പം മസ്തിഷ്കത്തിന് ഇരട്ട സ്ഥലമാണുള്ളത്, തലച്ചോറിന് ഇരട്ട സ്ഥലമുണ്ട്. അവിടെ ഇടയ്ക്കുള്ള ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിനെ പൊതിഞ്ഞ് പെരികാർഡിയം കാണപ്പെടുന്നു. ശ്വാസകോശത്തിനെ പൊതിഞ്ഞ് പ്ലൂറ എന്ന് പറഞ്ഞു. എന്താണ്? ഇരട്ട സ്ഥലം തന്നെയാണ്. പ്ലൂറയും എന്താണ്? ഇരട്ട സ്ഥലം തന്നെയാണ്. ഹൃദയത്തിൻ്റെതും പെരികാർഡിയമാണ്, ശ്വാസകോശത്തിൻ്റെത് പ്ലൂറയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു ഞാൻ. അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? ഇവിടെ അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം എല്ലാ അന്തരീക്ഷത്തിൽ കൂടെ പകരില്ലേ? ശരിക്കും അവർ ഉദ്ദേശിച്ചത് എന്തെന്നറിയാവോ? വായുവിലൂടെ പകരാത്ത രോഗമെന്നായിരിക്കും ചോദിച്ചേക്കുന്നില്ലേ? വായുവിലൂടെ പകരാത്ത രോഗമായിരിക്കും ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ക്ഷയം, കുഷ്ഠം, ചിക്കൻ ബോക്സും ഒക്കെ വായുവിലൂടെ പകരുന്നതായിരിക്കും. ഡിഫ്തീരിയ ആയിരിക്കും മനസ്സിൽ. ഇവിടെ നമുക്ക് ക്ഷയം എന്താണെന്ന് നോക്കാം. ഓക്കെ, ക്ഷയം എന്ന് പറഞ്ഞ രോഗങ്ങളുടെ രാജാവാണ്. കറക്റ്റ് ആൻസർ എൻ്റെ ഇല്ല കേട്ടോ. ക്ഷയം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ രാജാവാണില്ല. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് BCG ആണ് നമ്മൾ അല്ലേ? BCG ആണ് എൻ്റെ കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞത്. അത് ഓർത്തിരിക്കാം. BCG ആണ് കുത്തിവയ്പ്പ്. അതുപോലെ ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതി എന്താണ് വിളിക്കുന്നത്? ഡോട്ട്സ് എന്ന് വിളിക്കാറുണ്ട്. ക്ഷയരോഗ ചികിത്സാ രീതി ഡോട്ട്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് BCG ക്ഷയരോഗം ഓർക്കുമ്പോൾ BCG ഓർക്കാം, ഡോട്ട് ഓർത്ത് വെക്കണം. 2 മരുന്നുകൾ ചോദിക്കുന്നുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഈ എന്താ പറഞ്ഞത്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും അവർ. പക്ഷേ നോക്കി ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന രോഗകാരി അല്ലേ? അതെന്തായിരിക്കും? ഡിഫ്തീരിയയുടെ രോഗകാരി ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുക? ഈ ഡിഫ്തീരിയ ഉണ്ടാക്കുക അല്ലേ? ആ ബാക്ടീരിയയുടെ പേരെന്താണ്? കൊറൈൻ ബാക്ടീരിയ. എന്താണ് പേര്? കൊറൈൻ ബാക്ടീരിയ. ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ആ ബാക്ടീരിയയുടെ പേരെന്താണ്? കൊറൈൻ ബാക്ടീരിയ. ഓക്കെ, കൊറൈൻ ബാക്ടീരിയ ആണ് എന്തുണ്ടാക്കുക? ഡിഫ്തീരിയ. അങ്ങനെയാണെങ്കിൽ ചിക്കൻ ബോക്സിൻ്റെ രോഗകാരി ആരാണ്? ചിക്കൻ ബോക്സിൻ്റെത് ഒരു വൈറസാണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുക അല്ലേ? ഏത് വൈറസാണ്? പറഞ്ഞു എഴുതിക്കോളൂ. ഏത് വൈറസാണ്? വേരിസെല്ല സോസ്റ്റർ വൈറസ്. എഴുതിയല്ലോ, വേരിസെല്ല സോസ്റ്ററാണ്, സോസാണ്. വേരിസെല്ല സോസ്റ്റർ വൈറസ് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്നത്. അപ്പോൾ കിട്ടിയല്ലോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ജീവകം എയുടെ കുറവ് ഉണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞില്ലേ ഉള്ളൂ, നിശാന്തത. ഓക്കെ, നിശാന്തത. നെക്സ്റ്റ് ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണിത്. ടാർട്രാസിൻ എന്നാണ് പറയുക. കേരളത്തിൽ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന
സാമൂഹ്യ ആരോഗ്യ പദ്ധതി, സുരക്ഷാ പദ്ധതി ഏതാണ്? അതിൻ്റെ പേരെന്താണ്? ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതാണ്? വയോമധുരം പദ്ധതിയാണ്. ഓക്കെ. അപ്പോൾ പപ്പായ ജന്മദേശം ഏതാണ്? പപ്പായ നമുക്കെല്ലാം അറിയാവുന്ന ജന്മദേശം ഏതാണ്? പപ്പായയുടേത് അമേരിക്കയാണ്. നെൽച്ചെടികളിലെ പരാഗണകാരി ഏതാണ്? നെൽച്ചെടികളിലെ പരാഗണകാരി ആരാണ്? കാറ്റാണ്. അതുപോലെ ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര എന്ന് പറയുമ്പോൾ ഏതാണ്? തെങ്ങിൻ്റെയാണ് ചന്ദ്രശങ്കര. ഓക്കെ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിൽ എവിടെയാണ്? തെന്മലയാണ് ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരു മൂലകത്തെ മറ്റു മൂലകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന കണം ഏതാണ്? പ്രോട്ടോണാണ്. അതിൻ്റെ പ്രോട്ടോൺ കൊണ്ട് നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവ ലോഹത്തിൻ്റെ ഏതിൻ്റെ അയിരാണ് കലാമിൻ? അല്ലേ, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഓക്കെ. അലൂമിനിയം പഠിച്ച, കോപ്പറിൻ്റെയും പഠിച്ചല്ലോ. നെക്സ്റ്റ്, ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാദങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഏത് ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് 18 ഉൾപ്പെടുത്തിയേക്കുന്നത്. 18 അലസവാദങ്ങൾ 18. നെക്സ്റ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. ഇത് +2 ലാബിലുള്ള സംഭവം അല്ലേ. നെക്സ്റ്റ്, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം? ഓക്കെ, കുമ്മായം ചേർക്കേണ്ടത്. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? എവിടെ വേണം ചേർക്കാൻ pH മൂല്യം? ഏതിൽ വേണം ചേർക്കാൻ ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാൻ കഴിയണം? ആൻസർ 3 ഉണ്ടെങ്കിൽ അല്ലേ. ഇവിടെ നമുക്ക് കിട്ടും. നമുക്കറിയാം ഏകദേശം 7 pH മൂല്യം നമ്മുടെ വെള്ളം ന്യൂട്രലാണെന്നറിയില്ലേ. അപ്പോൾ അതിൻ്റെ കുറവ് 2 ഉണ്ട്. അപ്പോൾ അതൊരിക്കലും അതല്ല അല്ലേ. അപ്പം കുറവുള്ള 3 നമുക്ക് അങ്ങനെയും കൂടി എഴുതാൻ പറ്റണം. അപ്പോൾ 3 pH മൂല്യം 3 തന്നേക്കുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം B ആണ്. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക? കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ചോദ്യം, ചന്ദ്രൻ ഭൂമി ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ഉത്തരം അവിടെ ഓപ്ഷൻ എ ആണ്, 27 1/3. ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം അല്ലേ. നെക്സ്റ്റ് ചോദ്യം, ദർപ്പണങ്ങളുടെ സവിശേഷത കൊടുത്തിട്ടുണ്ട്. കോൺവേ ദർപ്പണത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? അല്ലേ, സ്പീഡിൽ തന്നെ പോവുകയാണ്, ഒന്നുമില്ലെന്നുള്ള ഉത്തരവൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് പോട്ടെ കേട്ടോ, നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്യണേ. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്ത് പറയുന്നു? അല്ലേ, എപ്പോഴും അപ്പോൾ അതേ ഒരു ചോദ്യങ്ങൾ നമുക്കുണ്ടെന്ന് ഓർക്കുക അല്ലേ. സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്നു നക്ഷത്രം ഏതാണ്? ഓക്കെ. അപ്പോൾ 2 ഉള്ളിനകത്ത് ആൻസർ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ചോദ്യം അതേപോലൊരു ചോദ്യമല്ല അപ്പുറത്തും വന്നില്ലേ. അപ്പോൾ എല്ലാം കണക്റ്റഡാണ്. നമുക്ക് ഓരോ ഘട്ടവും ചോദിക്കുന്ന കണക്റ്റഡ് ആണെന്നുള്ളത് കാര്യം മറക്കണ്ട. അപ്പോൾ പ്രിലിംസിന് ഇത്രയും 20 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് നോക്കി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.